ഒരബദ്ധം ആർക്കും പറ്റില്ലേ. ഞാൻ പച്ചാപ്പിൾ മേടിച്ചതാണ്, പക്ഷേ എനിക്കിഷ്ടമായിട്ടോ, പക്ഷേ ഹസ്ബൻഡിന് ഇഷ്ടമായില്ല. ഭയങ്കര പുളിയെന്ന് പറഞ്ഞിട്ട് കഴിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മീനിലിടാൻ എന്നോട് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഒരു അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കേട്ടോ. അപ്പോൾ അത് അതിനോട് കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില. ഇത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളുത്തുള്ളി മുഴുവൻ ഇട്ടിട്ടുണ്ട്. ആപ്പിൾ അരിഞ്ഞ് ഉപ്പും വിനാഗിരിയും കുറച്ച് മുളക് പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടായിട്ട് എണ്ണ ഒഴിച്ച് നല്ല എണ്ണയും കഴിച്ചിരുന്നു. എണ്ണ ഒഴിച്ചിട്ട് കടുകൂലിയെ പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, അരിഞ്ഞ വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പിലെല്ലാം കൂടി ഇട്ട് വഴറ്റാട്ടോ. നമ്മൾ ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ടേ 2 ചെറിയ ടീസ്പൂൺ എരിവുള്ള മുളകും 2 ചെറിയ ടീസ്പൂൺ, 1/2 ടീസ്പൂൺ എന്ന് പറയാം, കാശ്മീരി മുളക് പൊടിയും കുറച്ച് കായം പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ഇത് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ആപ്പിൾ ഇടാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് ഇതൊന്ന് ചൂടാക്കാം. അത് കഴിഞ്ഞ് ഒരു നുള്ളു പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. നമ്മളിതിൽ സകല സ്വാദും ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇടുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ആപ്പിളച്ചാർ ഉണ്ടാക്കി. ഇതിനി എങ്ങനെ ഇരിക്കുന്നൊന്നും അറിയില്ല, നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. നമുക്ക് ഇത് നന്നായിരിക്കും എന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.